Tomato, spaghetti, ഹലോ വെൽക്കം ടു രുചിക്കോട്ട്. ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ ചൂടുള്ള കാലാവസ്ഥയാണ്. ഇത് കണ്ടില്ലേ, ഭയങ്കരമായിട്ട് ദാഹമുണ്ട് ഇല്ലേ? ദാഹം അത് തന്നെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം. കാരണം നമ്മൾ ഒരു ചൂടുള്ള കാലാവസ്ഥയിൽ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നത് നല്ല തണുത്ത എന്തെങ്കിലും കുടിക്കുവാൻ വേണ്ടിയാണ്. അപ്പോൾ തണുത്ത എന്തെങ്കിലും കുടിക്കുക എന്ന് പറഞ്ഞാൽ വളരെ വെറൈറ്റി ആയിട്ടുള്ള ജ്യൂസിനെ കുറിച്ച് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അങ്ങനെ വളരെ വെറൈറ്റി ആയിട്ടുള്ള ജ്യൂസ് അല്ലെങ്കിൽ പഴച്ചാർ, അപ്പോൾ ഇങ്ങനെയുള്ള പഴച്ചാർ കടയിലേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ പോകുന്നത് പഴച്ചാർ കട. ഇനി നമുക്ക് പരിചയപ്പെടാനുള്ളത് ഈ പഴച്ചാറ് കട എന്നുള്ള കൺസെപ്റ്റ് അല്ലെങ്കിൽ പഴച്ചാറ് കടയെക്കുറിച്ച് കൂടുതലായിട്ട് പറയാൻ എന്നോടൊപ്പം ഒരാളുണ്ട്. അത് മറ്റാരുമല്ല, റോണി എബ്രഹാം. നമസ്കാരം. നമസ്കാരം. ഇപ്പം ഈ പഴച്ചാറ് കട എന്നുള്ള കോൺസെപ്റ്റ് എത്ര കാലമായി? ഈ പഴച്ചാറ് കടയിലേക്ക് ഈ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നിട്ട് എത്ര കാലമായി? ഞങ്ങൾ കഴിഞ്ഞ 2000-ലാണ് തുടങ്ങിയത്. അന്ന് തൊട്ട് ഇന്ന് വരെ പേരുകൊണ്ട് തന്നെ ആൾക്കാർ വളരെ കൂടുതൽ റെസ്പോൺസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. നന്നായിട്ട് തന്നെ പോകുന്നു. ഒരു 17 വർഷത്തെ ഒരു നീണ്ട ആൾക്കാരുമായിട്ടല്ലേ? തീർച്ചയായിട്ടും ആൾക്കാരുമായിട്ട് വളരെയധികം ബന്ധമുള്ളതാണ് ഈ പഴച്ചാറ് കട എന്ന് പറയുന്ന കട. പേര് തന്നെ പഴച്ചാർ. അപ്പോൾ നമുക്ക് ഒരുപാട് പഴച്ചാറിനെ കുറിച്ച് പറയാനുണ്ട്. നമ്മുടെ ഈ പഴച്ചാറ് കടയുടെ എനിക്ക് തോന്നുന്ന വെറൈറ്റി ആയിട്ടുള്ള ജ്യൂസിനെ കുറിച്ച് പറയുവാണെങ്കിൽ എന്തൊക്കെ പറയാൻ പറ്റും? നെല്ലിക്ക ജ്യൂസ്, അതുപോലെ വാളംപുളി, കറ്റാർ വാഴ, അങ്ങനെ വ്യത്യസ്തങ്ങളായ പല ജ്യൂസുകളും ഞങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ ജ്യൂസിലേക്ക് വരുമ്പോൾ നമുക്ക് ഒരു വെറൈറ്റി, അതായത് നമ്മൾ ടേസ്റ്റ് ഉണ്ട് അല്ലെങ്കിൽ പല ഫ്ലേവർ ആൾക്കാർ ഇഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പോൾ എല്ലാവർക്കും വെറൈറ്റി വേണം. അപ്പോൾ നമ്മൾ ഈ ജ്യൂസിലേക്ക് വരുമ്പം നിങ്ങൾ എങ്ങനെയാണ് ഈ പഴച്ചാറ് കടയെക്കുറിച്ച് പറയുമ്പം നിങ്ങളുടെ ജ്യൂസ് മറ്റുള്ള ജ്യൂസ് കടയുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ എന്ത് വ്യത്യസ്തതയാണ്? വളരെ വ്യത്യസ്തമായ തരത്തിലാണ് ഞങ്ങളത് ഉണ്ടാക്കുന്നതും അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യിച്ചിരിക്കുന്നതും അങ്ങനെ തന്നെയാണ്. എന്ന് വെച്ചാൽ ഹെൽത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ടേസ്റ്റ് ഒട്ടും കുറയാത്ത രീതിയിൽ വളരെ നന്നായിട്ട്, വളരെ നല്ല അറ്റ്മോസ്ഫിയർ നന്നായിട്ട് കൊടുക്കുന്നു. ശരിയാണ്. നമ്മൾ ഈ ജ്യൂസിനെ കുറിച്ച് പറയുമ്പോൾ വളരെ ഹെൽത്തി കോൺഷ്യസ് ഉള്ള ആൾക്കാരാണ് നമ്മളെല്ലാവരും. അപ്പോൾ നമുക്ക് നല്ല ഭക്ഷണവും നല്ല ജ്യൂസും ഒക്കെ കിട്ടുന്ന എവിടെയാണോ അവിടെ നമ്മൾ തേടിപ്പോകും. ശരിയാണ്. അപ്പോൾ ഇവിടെ പഴച്ചാറ് കടയുടെ ഒരു പ്രത്യേകതയാണ്, ഇവിടെ എല്ലാം ടേസ്റ്റിനും അതേപോലെ ഹെൽത്തിനുമാണ് ഇവിടെ പ്രാധാന്യം നൽകുന്നത്. അതുകൊണ്ട് ഓരോ ജ്യൂസിനും അതിൻ്റേതായിട്ടുള്ള കയ്യൊപ്പ്, അതായത് പഴച്ചാറ് കടയുടെ ഒരു കയ്യൊപ്പ് ഇതിനകത്ത് എപ്പോഴും മുന്നിട്ട് നിൽക്കും. അത് തന്നെയാണ് വലിയൊരു കാര്യം. ഇവിടെ ഏതൊക്കെ തരത്തിലുള്ള പഴച്ചാറുകളുണ്ട് എന്നുള്ളത് നമുക്ക് ഒന്ന് ചോദിച്ചു നോക്കാം. ഏതൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ ജ്യൂസുകൾ? ഫ്രൂട്ട് ജ്യൂസ് എല്ലാം ഉണ്ട്. പിന്നെ ചില്ലേഴ്സ് എന്ന് പറഞ്ഞ ഒത്തിരി വെറൈറ്റിയിലുള്ള പല ചില്ലേഴ്സുണ്ട്. ഇപ്പോൾ ഇതാണ് തന്നെ ചില്ലേഴ്സ്, നമ്മുടെ മുന്നിലിരിക്കുന്ന ചില്ലേഴ്സ്. ഇതിനെക്കുറിച്ച് പറയൂ. ഇത് ബ്ലൂ ലേഡി എന്ന് പറയും. ഇതിങ്ങനെ പല ഡിഫറെൻറ്റ് ടേസ്റ്റിലുള്ള പല ചില്ലേഴ്സും ഉണ്ട്. ചില്ലേഴ്സ് നമ്മളിവിടെ വളരെ കോമൺ അല്ല. പിന്നെ യോഗട്ട് ഉണ്ട്. അത് നമ്മൾ വേറെ എവിടെയും ഇല്ലാത്തൊരു. അതെ, യോഗട്ടൊക്കെ വളരെ കുറച്ച് കേരളത്തിൽ തന്നെ വളരെ അപൂർവമായിട്ടേ ഉള്ളൂ. അപ്പം നമ്മുടെ മുന്നിലിരിക്കുന്ന ഒരു ഡിഫറെൻറ്റ് ബ്ലൂ ലേഡി അല്ലേ? ബ്ലൂ ലേഡി എന്ന് പറയുന്ന ചില്ലേഴ്സാണ്. ചില്ലേഴ്സ് എനിക്ക് കാണുമ്പോൾ തന്നെ നല്ല രസമുണ്ട്. അത് ആ ഗ്ലാസ്സിലെ ആ എല്ലാ നീലമയമാണ്. ഞാൻ ഇതൊന്ന് സിപ്പ് ചെയ്ത് നോക്കാം, എങ്ങനെയുണ്ടെന്ന് നോക്കാം. സൂപ്പർ ഐറ്റം. spaghetti, ഈ പഴച്ചാറ് കടയിൽ നിന്നുള്ള കൺസെപ്റ്റ് ഉള്ളതുകൊണ്ട് ഫാമിലിയൊക്കെ ഈ പഴച്ചാറുമൊക്കെ ആയിട്ടുള്ള ബന്ധമുള്ള ആൾക്കാരാണോ? അല്ലല്ല, എൻ്റെ വൈഫ് ഇവിടെ ക്ലിമി സ്കൂളിൽ പഠിപ്പിക്കുകയാണ്. ഓക്കെ. അപ്പോൾ കുട്ടികൾ മൂത്തവൻ സെയിൻറ്റ് കിറ്റ്സിലെ എഞ്ചിനീയറിംഗിന് പഠിക്കുന്നു. ഇളയ 2 പേരും കോട്ടയത്ത് കളത്തിപ്പടി ബെരിയൻ സ്കൂളിൽ പഠിക്കുന്നു. യാത്ര ചെയ്യാറുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും. ഈ യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് ജ്യൂസ് കുടിക്കാറുണ്ടോ?
ഉണ്ട്. അപ്പോൾ ആ റെസിപ്പിയൊക്കെ എങ്ങനെയാണ് നമ്മൾ? എനിക്ക് പ്രത്യേകിച്ച് റെസിപ്പി വേണമെന്നില്ല, കുടിച്ച് കഴിയുമ്പോൾ തന്നെ എനിക്ക് അതിനകത്ത് എന്തൊക്കെയുണ്ട് ഇൻഗ്രീഡിയൻസ് എല്ലാം പെട്ടെന്ന് മനസ്സിലാവും. അത് ഭയങ്കര രസമുള്ളത്. ഈ ചില ആൾക്കാരൊക്കെ നാവിൻ്റെ തുമ്പിൽ ടേസ്റ്റ് കൊണ്ട് നടക്കുക എന്ന് പറയുന്ന കാര്യമാണ് ഇപ്പം പറഞ്ഞത്. കാരണം ചില ആൾക്കാർ ഒന്ന് സിപ്പ് ചെയ്താൽ മതി, അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്നുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാവും. അങ്ങനെ ഒരുപാട് ജ്യൂസ് കണ്ടെത്താനും അത് പരീക്ഷിക്കാനും ഉള്ള ഒരു മനസ്സുണ്ട് അല്ലേ? ഓക്കെ. അപ്പോൾ ഇനി നമുക്കിനി എന്ത് ജ്യൂസാണ് കാണിച്ചു തരാൻ പോകുന്നത്? ഞങ്ങൾക്ക് ഞങ്ങളുടേതായ തന്നെ ചില ജ്യൂസുകളുണ്ട്. ഇപ്പോൾ നെല്ലിക്ക ജ്യൂസ് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. അതുപോലെ കറ്റാർ വാഴ ജ്യൂസ്. നെല്ലിക്ക ജ്യൂസിനകത്തൊക്കെ ഇഞ്ചിയും പച്ചമുളകും കരിവേപ്പിലയും ഉപ്പും മാത്രമേ ഉള്ളൂ. നെല്ലിക്കയും നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു ഏതെങ്കിലും ഒരു ജ്യൂസിൻ്റെ റെസിപ്പി പറഞ്ഞു കൊടുക്കുക. തീർച്ചയായിട്ടും. അതോ കാണിച്ചു കൊടുക്കുക? എങ്ങനെയാണ്? എങ്ങനെ വേണം ആദ്യം വേണം പറയാം. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് കാഴ്ച കണ്ടുകൊണ്ട് പറയുന്നതായിരിക്കും കുറച്ച്. ആയിക്കോട്ടെ. നമുക്കൊരു വെറൈറ്റി ജ്യൂസ്, ഏത് ജ്യൂസാണ്? വാളംപുളി തന്നെ ആയിക്കോട്ടെ. ടാമറിൻ ജ്യൂസ്. വാളംപുളി ടാമറൈഡ് ജ്യൂസാണ് ഇനി നമുക്ക് ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത്. അതൊരു വെറൈറ്റിയാണ്, കാരണം നമ്മൾ അധികം ആരും കുടിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പം വാളംപുളി ജ്യൂസ് നമുക്ക് കാണാം, അത് ഒന്ന് എങ്ങനെയാണെന്നുള്ളത് പരീക്ഷിക്കാം അല്ലേ? നമ്മളിനിയും പഴച്ചാറ് കടയിലെ ഒരു കുക്കിംഗ് ലാബ് അല്ലെങ്കിൽ ജ്യൂസ് ലാബ് എന്ന് പറയുന്ന ഏരിയയിലേക്ക് പോകാൻ പോവാണ്. ഇവിടെ നമ്മളെ കാത്തിരിക്കുന്നത് ഒരു വെറൈറ്റി ജ്യൂസാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും അതിന് എന്താണെന്നും ഒക്കെയുള്ളൊരു സസ്പെൻസ് ആയിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ ലാബിലേക്ക് പോകാം, ജ്യൂസ് ലാബിലേക്ക്. അപ്പോൾ എന്നോടൊപ്പം പോരുക. നമുക്കിന്ന് ഉണ്ടാക്കി തരാൻ പോകുന്ന ജ്യൂസ് എന്താണെന്നുള്ളത് നമുക്കിവിടെ സസ്പെൻസ് പറയാൻ പോവാണ്. എന്ത് ജ്യൂസാണ് ഞങ്ങൾക്ക് ഉണ്ടാക്കി തരാൻ പോകുന്നത്? വാളംപുളി അറിയാമല്ലോ. പണ്ട് കാലങ്ങളിലൊക്കെ ഈ പുളിയിൽ എറിഞ്ഞിട്ട് നമ്മൾ ആ പുളിയുടെ തോടൊക്കെ പൊട്ടിച്ച് അങ്ങനെ കഴിച്ചിട്ട് നാക്കി വെള്ളം ഊറി അല്ലേ? അതെ, ആ ഒരു ജ്യൂസ് ആയിട്ടാണ് നമുക്കിന്ന് കിട്ടാൻ പോകുന്നത്. പണ്ടൊക്കെ നമ്മൾ പുളി കഴിക്കുമായിരുന്നു. ഇപ്പോൾ ആ പുളിയൊക്കെ കഴിക്കുന്ന കാലമൊക്കെ മറഞ്ഞു പോയിരിക്കുകയാണ് അല്ലേ? ശരിയല്ലേ? അപ്പം വാളംപുളി ഇതിന് എന്തൊക്കെ ആവശ്യമാണ്? നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന വാളംപുളി ആവശ്യത്തിനെടുത്താൽ മതി. ആവശ്യത്തിനെടുത്ത് അതെങ്ങനെയാണെന്നുള്ളത് നമുക്കിപ്പം കാണിച്ചു തരാൻ പോവാണ്. ഓക്കെ, അപ്പോൾ എല്ലാം റെഡിയാണല്ലോ? ഓക്കെ, എന്തൊക്കെയാണ് അതിന് ആവശ്യമുള്ളത്? ഒരു ആവശ്യത്തിന് വാളംപുളി, നമ്മൾ നേരത്തെ കണ്ട വാളംപുളിയാണ്. അത് ആവശ്യത്തിന് നമ്മൾ മിക്സിക്കകത്തേക്ക് ഇട്ടിരിക്കുകയാണ്. ആവശ്യത്തിന് പഞ്ചസാര, വേറെ ഒന്നുമില്ല, പുളിയും പഞ്ചസാരയും മാത്രമാണ് ഇട്ടേക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഐസ്. ഓക്കെ, വേറെ ഒന്നുമില്ല. നമ്മളത് മിക്സിയിലേക്ക് കുറച്ച് കൂടുതൽ സമയം അടിക്കണം, അത് മാത്രം. അപ്പോൾ അത്രയും വേണം, കാരണം അതിൻ്റെ അകത്ത് ഇതൊക്കെ ഉണ്ടെങ്കിൽ മാറണം അല്ലേ? അറിയാൻ വേണ്ടിയാണ്. നമ്മളിത് അരിച്ചുപയോഗിക്കുന്നേ ഉള്ളൂ. മിക്സിക്കകത്തിട്ട് അടിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ ആ പുള്ളിയുടെ ആ പിഷിടെല്ലാം അത്രേ ഉള്ളൂ അരിച്ചെടുക്കുക. അരിച്ചെടുത്തതിന് ശേഷം ഗ്ലാസ്സിലേക്ക് നമുക്ക് ആവശ്യത്തിന് എടുക്കുക. എടുക്കുക. ടാമറിൻ ജ്യൂസ് റെഡി. അപ്പം നമ്മുടെ മുന്നിൽ ടാമറിൻ ജ്യൂസ് റെഡി ആയിരിക്കുകയാണ്. കണ്ടോ, വേറെ ഒന്നുമില്ല. ഇച്ചിരി വാളംപുളി, ആവശ്യത്തിന് ഐസ്, മധുരം, ഇതെല്ലാം കൂടെ ചേർത്ത് മിക്സിക്കകത്ത് നല്ലപോലെ ക്രഷ് ചെയ്യുക, നല്ലപോലെ അടിക്കുക. അടിച്ചു കഴിഞ്ഞിട്ട് അരിപ്പ കൊണ്ട് അരിച്ചെടുത്തേക്കുന്ന സാധനമാണ്. നമ്മൾ വാളംപുളി കഴിക്കുമ്പം എങ്ങനെയാണോ നാവിൽ വെള്ളം ഊറുന്നത്, അതേപോലെ എനിക്കിപ്പം തോന്നി തുടങ്ങിയിരിക്കുകയാണ്. അപ്പം ഞാൻ പയ്യെ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ഉപ്പ്, മധുരം, തണുപ്പ് എല്ലാം ഒത്തിണങ്ങി സൂപ്പറായിട്ടുണ്ട് കേട്ടോ. സൂപ്പർ ജ്യൂസാണ്. അപ്പോൾ നിങ്ങൾ പഴച്ചാറ് കടയിലേക്ക് വരിക, ഇത്തരം വെറൈറ്റി ജ്യൂസുകളൊക്കെ നിങ്ങൾ ടേസ്റ്റ് ചെയ്യുക. ഇവിടെ റോണി ചേട്ടനുണ്ട്. അതേപോലെ റോണി ചേട്ടന് ഒരുപാട് സഹായങ്ങൾ നൽകാൻ വേണ്ടി 2 ജ്യൂസ് മേക്കേഴ്സ് ഇവിടെ റെഡിയാണ്. അപ്പോൾ ഇവരെല്ലാവരും ഇവിടെ ഉണ്ട്. അപ്പോൾ ചങ്ങനാശ്ശേരി കോട്ടയം റൂട്ടിൽ നിങ്ങൾ ചിങ്ങവനത്ത് റൈറ്റ് സൈഡിൽ തന്നെ പഴയ ഇലക്ട്രോ കെമിക്കൽസ് എന്ന് പറഞ്ഞ കമ്പനിയുണ്ട്. ആ കമ്പനിയുടെ അടുത്ത് തന്നെയാണിത്. അപ്പോൾ ഇവിടെ വരിക, ഇവിടെ വന്നിട്ട് നല്ല നല്ല ജ്യൂസുകൾ ടേസ്റ്റ് ചെയ്യുക. പഴച്ചാറ് കട പേര് പോലെ തന്നെ പഴം വെറൈറ്റി മാത്രമാണ്. ടേസ്റ്റിനും അതേപോലെ ഹെൽത്തിനും കൂടുതൽ പ്രാധാന്യം നൽകുന്ന പഴച്ചാറ് കടയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഓക്കെ, അപ്പോൾ വീണ്ടും ഞാൻ സിപ്പ് ചെയ്യുവാണ്. ഭയങ്കര ടേസ്റ്റാണ്. അപ്പം വന്നിട്ട് ഈ ഒരു ജ്യൂസ് മിസ് ചെയ്ത് വാളംപുളി ജ്യൂസ്, നല്ല വെറൈറ്റി സാധനം, സൂപ്പർ ജ്യൂസായിരുന്നു. പറയാതിരിക്കാൻ പോയി, അതിനകത്ത് വാക്കുകളില്ല. അപ്പം ഒരു നന്ദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാകത്തില്ല.
അപ്പോൾ നമുക്ക് ഈ ഒരു പഴച്ചാറ് കടയിലേക്ക് എപ്പോൾ വേണമെങ്കിലും സ്വാഗതം. കാരണം എല്ലാവർക്കും എത്ര മണി വരെ ഉണ്ട് നമ്മുടെ രാവിലെ 9 തൊട്ട് വൈകിട്ട് 9 വരെ. രാവിലെ 9 തൊട്ട് വൈകിട്ട് 9 വരെ ഇവർ സജീവമായിട്ട് പഴങ്ങളെല്ലാം വെച്ച് കാത്തിരിക്കുകയാണ് നമ്മളെ തേടി. എത്ര പഴച്ചാറ് എങ്ങനെ വേണമെന്നുള്ളത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ ഏതൊക്കെയാലും വളരെ സന്തോഷമുണ്ട്. അപ്പം വീണ്ടും ഞങ്ങൾ വരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു വെരി മച്ച്. രുചിഭേദങ്ങൾ തേടിയുള്ള എൻ്റെ അന്വേഷണം ഇവിടെ തീരുന്നില്ല. അപ്പം വീണ്ടും ഒരുപാട് രുചിക്കൂട്ടുകളുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരെ ബൈ.